നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ഡിംപിൾ റോസിന്റെ സഹോദര ഭാര്യ എന്ന നിലയിലും യൂട്യൂബർ ആയിട്ടുമൊക്കെ മലയാളികൾക്ക് സുപരിചിതയാണ് ഡിവൈൻ ക്ലാര. ഡോണുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ അന്നു മുതൽ നെഗറ്റീവ് പ്രതികരണങ്ങളായിരുന്നു ഡിവൈനെ ലഭിച്ചിരുന്നത്. ഭർത്താവിന്റെ മുൻ വിവാഹത്തെപ്പറ്റി പറഞ്ഞ് പലരും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വിമർശനങ്ങളെല്ലാം മറികടന്ന് ഇപ്പോൾ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം പടുത്തുയർത്താൻ ഡിവൈന് സാധിച്ചു. ഇന്നിപ്പോൾ 4ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഡിവൈനും ഡോണും. ഈ സന്തോഷം എത്തിയിരിക്കുകയാണ് ഡിവൈൻ. ഇപ്പോൾ വിവാഹത്തിന് മുൻപ് പല പേടികളും ഉണ്ടായിരുന്നു. എനിക്ക് PCOD പ്രശ്നം കൂടുതലായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാവുമോ എന്ന പേടിയൊക്കെ ഉണ്ടായി. ഇക്കാര്യം ഡോൺ ചേട്ടനോട് പറഞ്ഞെങ്കിലും പുള്ളി കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചതാണ് ഞങ്ങളുടെ ബന്ധം വിജയിക്കാൻ കാരണം. കല്യാണത്തിന് മുൻപും അത് കഴിഞ്ഞ ഉടനെയും എനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എൻ്റെ ഭാഗത്തും ചില മൈനസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ വിവാഹം കഴിക്കുന്ന ആൾ എന്തായാലും എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഡോൺ ചേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞു. അതിൽ പുള്ളിക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, അദ്ദേഹത്തിനെ പറ്റിയുള്ളതെല്ലാം എന്നോടും പറഞ്ഞതോടെ ഞങ്ങൾ തമ്മിൽ ഓക്കെയായി. പിന്നെയാണ് കുറെ കഥകൾ വന്നത്. എന്നാൽ ഡോൺ ചേട്ടന്റെ പ്രോമിസ് കിട്ടിയതോടെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിപ്പോഴും തെറ്റിക്കാതെ അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് 2 പൊന്നു മക്കളെ തന്നതിലും ഇത്രയും നന്നായി നോക്കുന്നതിലും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഡെലിവറിക്കും മറ്റുമൊക്കെ ഡോൺ ചേട്ടൻ കൂടെ തന്നെ നിന്നു. പണ്ടൊക്കെ ഭർത്താക്കന്മാർ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യന്മാരുടെ അടുത്ത് പോലും വരില്ലായിരുന്നു. എന്നാൽ കാലമൊക്കെ മാറി. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഡോൺ ചേട്ടന് താല്പര്യമില്ലെങ്കിലും പോലും ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എതിർപ്പില്ല. എല്ലാ പിന്തുണയും തരും. സ്വന്തമായി ഒരു വരുമാനമുള്ളത് നല്ലതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് കിട്ടുന്നത് എന്ത് ചെയ്യുന്നു എന്ന് പോലും അന്വേഷിക്കാറില്ല. പക്ഷേ എൻ്റെ സൈഡിൽ നിന്നും ഞാൻ എല്ലാം പറയും. ഒരു 10 രൂപ കിട്ടിയാൽ പോലും അത് മറച്ചു വെക്കാതെ പറഞ്ഞിരിക്കും. ഡോൺ ചേട്ടൻ്റെ ബിസിനസ്സിനെ പറ്റിയൊന്നും കൂടുതൽ ചോദിക്കാൻ ഞാൻ പോവാറില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുള്ളിയുടെ മുഖത്ത് തന്നെ അതുണ്ടാകും. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിന് മുൻപ് പോലും ഞാൻ അനാവശ്യമായി പൈസ ചോദിച്ചു വാങ്ങി കളയാറില്ലായിരുന്നു. അദ്ദേഹവും അങ്ങനെയുള്ള ആളാണ്. കുടുംബത്തിന് വേണ്ടി എല്ലാം കൊടുക്കുന്ന ആളാണ് ഡോൺ ചേട്ടൻ. ഞങ്ങൾ 2 ആളും ഹാപ്പിയാണ്. ഇങ്ങനെയൊക്കെ ആകാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഒരു സിംഗിൾ എത്താൻ വേണ്ടി ഡോൺ ചേട്ടനും ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു ഫേസ് കഴിഞ്ഞിട്ട് വന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആള് ഡിസ്റ്റർബ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ മാറി. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. വീഡിയോയുടെ മുന്നിൽ വരാൻ മാത്രം പുള്ളിക്ക് ഇതുവരെയും ധൈര്യം വന്നിട്ടില്ല. ഇനിയും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെയുള്ള പേടിയാണ്. പതുക്കെ മാറുമായിരിക്കും. ഡിംപിൾ ചാനൽ തുടങ്ങിയപ്പോൾ എന്നോടും ചാനൽ തുടങ്ങാൻ മമ്മി പറഞ്ഞിരുന്നു. ആ സമയത്ത് തനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ചാനൽ തുടങ്ങിയപ്പോൾ ഓക്കെ ആയെന്നും ഡിവൈൻ പറയുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.